ലൂയ. ദൈവത്തോട് നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തോട് നമ്മൾ എത്രത്തോളം അടുക്കുന്നുണ്ട്, ഇത് നമുക്കൊരു ദാഹമുണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ നമ്മൾ കടന്നു വരുമ്പോൾ സങ്കീർത്തനം 42:1 പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ ആത്മാവും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മളിൽ സമാധാനമുണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്. ഹല്ലേലൂയ. വലിയ വിടുതലുകൾ നടക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം നമ്മൾ തന്നെ, ഹല്ലേലൂയ, സ്തോത്രം, അത് ദുഃഖത്തിലും പ്രയാസത്തിലും വേദനയിലും കണ്ണുനീരിലും ഇരിക്കുമ്പോൾ ദൈവത്തിനൊരിക്കലും പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സങ്കീർത്തനം 55:22 പറഞ്ഞു, നിന്റെ ഭാരം നീ യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. നമ്മൾ ദൈവമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് എപ്പോ വരുന്നോ അപ്പം മുതൽ നമ്മുടെ ഭാരത്തെ ദൈവം മാറ്റുകയാണ്. ഹല്ലേലൂയ. മത്തായി 11:28 യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എന്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ നുകം ഏറ്റുകൊണ്ട് നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുവിൻ. എന്റെ നുകം മൃദുവും എന്റെ നുകം ലഘുവുമാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം, ഹല്ലേലൂയ, നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം, നമ്മുടെ ആത്മാവിന് ആശ്വാസം കിട്ടണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പലവിധമായിട്ടുള്ള പ്രതികൂലങ്ങൾ നമ്മൾ എങ്ങനെ ഒന്നു മാറി കടന്നു വരികയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ദൈവജനം പറയുന്നത്, ദാഹിക്കുന്നവരേവരും ദൈവത്തിന്റെ അടുക്കൽ വരുവിൻ. ദൈവത്തിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മളിൽ നിത്യജീവനായിട്ട് അത് ഹൃദയത്തിന്റെ അകത്ത് നിന്ന് ഒഴുകണം. ജീവജല നദിയായിട്ട് അത് എപ്പോൾ ഒഴുകുന്നോ അപ്പോൾ മുതൽ ദൈവജനം പറയുന്നു, സങ്കീർത്തനം 36:8 പറയുന്നു, ആലയത്തിന്റെ പുഷ്ടി കൊണ്ട് അവർ തൃപ്തി പ്രാപിക്കുന്നു, അതിന്റെ ആനന്ദ നദി അവരെ കുടിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ ആനന്ദ നദി എപ്പോൾ കുടിപ്പിക്കുന്നോ അപ്പോൾ മുതൽ നമുക്ക് എന്തുണ്ട്? നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എന്തുണ്ട്? നിത്യജീവനാ ദൈവം തരുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:35 യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജീവനുള്ള അപ്പമാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ആ ജീവജല നദികൾ ഇന്ന് ഒഴുകണം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തലമുറകളുടെ മേൽ. ആ ജീവജല നദികൾ ഒഴുകുമ്പോൾ നമ്മളിൽ ഒരു വ്യത്യാസമുണ്ടാകും. ഹല്ലേലൂയ. നമ്മളിൽ ഒരു സമാധാനമുണ്ടാകും, നമ്മളിൽ ഒരു സന്തോഷം കടന്നു വരുവാനിടയായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൈവത്തിന് വേണ്ടി നമുക്കൊന്ന് ദാഹിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവജനം പറയുന്നത്, യെശയ്യാവ് 44:2 പറയുന്നു, അവൻ വരണ്ട നിലത്ത് നീരൊഴുക്കുകളും നിന്റെ പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. അവർ നീർത്തോടുകൾക്കരികിലൂടെ വരുന്ന, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ പറയുന്നു, അരുവി പോലെ എന്ത് ചെയ്യുന്നു? ആത്മശക്തി അവരിലേക്ക് പകരുവാനിടയായി തീരും. അതായത് മാതാപിതാക്കൾ ദൈവത്തിന് വേണ്ടി എങ്ങനെ നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതനുസരിച്ച് തലമുറകളുടെ മേല് ദൈവത്തിന് ചിലത് പകരാനുണ്ടെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തെ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് വാഞ്ചിക്കണം. എങ്ങനെയാ? സങ്കീർത്തനം 55 അതിൽ 1 പറഞ്ഞു, ദ്രവ്യം പലിശയുമില്ലാതെ വാങ്ങി വന്ന് കുടിപ്പിൻ. ഹല്ലേലൂയ. വായിച്ചേ, യെശയ്യാവ് 55:1 വാക്യം.
നോക്ക്, ദൈവം തരുന്നതിന് പ്രത്യേകതകളുണ്ട് കേട്ടോ. യേശുവേ ഭൂമിയിൽ നമുക്ക് കിട്ടുന്നതിന് പ്രത്യേകതകളുണ്ട്. ആമേൻ ഹല്ലേലൂയ.